10ാം നമ്പർ ജേഴ്സിയിൽ സച്ചിൻ ടെണ്ടുൽക്കർ, 7ാം നമ്പർ ജേഴ്സിയിൽ MS ധോണി, 12ാം നമ്പർ ജേഴ്സിയിൽ യുവരാജ് സിംഗ്, 45ാം നമ്പർ ജേഴ്സിയിൽ നമ്മുടെ സ്വന്തം രോഹിത് ശർമ്മ. ഇനി ജേഴ്സി നമ്പർ എന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ ജേഴ്സി ഇട്ടുകൊണ്ട് വീരേന്ദ്ര സേവാഗ്. അങ്ങനെ ഒരുപാട് ഇതിഹാസങ്ങളുടെ ജേഴ്സി നമ്പറുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ജേഴ്സി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡിബേറ്റിലേക്ക് എത്തും. പക്ഷേ ഞാനിപ്പം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 18ാം നമ്പർ ജേഴ്സിയിലേക്കാണ്. 18ാം നമ്പർ, ആ ഒരു ജേഴ്സി നമ്പറിന് ഒരു ബ്രാൻഡ് വാല്യൂ നൽകിയത് സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണ്. വിരാട് കോഹ്ലി T20യിൽ നിന്നും ടെസ്റ്റ് മാച്ചിൽ നിന്നൊക്കെ റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം വിരാടിന്റെ 18ാം നമ്പറും രോഹിത് ശർമ്മയുടെ 45ാം നമ്പർ ജേഴ്സിയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും MSTയുടെയും 10ാം നമ്പറും 7ാം നമ്പറും ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതുപോലെ, ജേഴ്സി നമ്പറുകൾ റിട്ടയർ ചെയ്തതുപോലെ റിട്ടയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു ടൈമാണ്. എന്തായാലും Under-19 ഇന്ത്യൻ ടീമിൽ 18ാം നമ്പർ ജേഴ്സിയിൽ ഒരു 14 വയസ്സുകാരൻ ഇറങ്ങിയിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി 19 ബോളുകളിൽ 48 റൺസ് എടുത്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിനെതിരെ ഒരു വമ്പൻ വിജയം ഇന്ത്യൻ ടീമിനെ നേടാനും കഴിഞ്ഞിരുന്നു. പക്ഷേ 18ാം നമ്പർ ജേഴ്സിയാണ് വൈഭവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ, ഒരു പുതിയ കാലത്തിൻ്റെ, ഒരു പുതിയ ഇഷ്ടത്തിൻ്റെ തുടക്കമാണോ? അതോ നേരത്തെ സച്ചിൻ്റെയും MSTയുടെയും ഒക്കെ ജേഴ്സി റിട്ടയർ ആയതുപോലെ വിരാട് കോഹ്ലിൻ്റെയും രോഹിത് ശർമ്മയുടെയും ജേഴ്സി റിട്ടയർ ആകാൻ പോവാണോ? ഈ ജേഴ്സി റിട്ടയർമെന്റ് ആവശ്യമുള്ള ഒരു കാര്യമാണോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ജേഴ്സി നമ്പറുകളിൽ 10ഉം 7ഉം 12ഉം ജേഴ്സി ഇല്ലായ്മയും 18ഉം 45ഉം ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ജേഴ്സി നമ്പർ ഏതാണ്? കമന്റ് ബോക്സിലേക്ക് വായോ.